ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ചിൽഡ്രസ് റീഡിംഗ് ആണ്, ചില റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതാണ്. 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ലീഡർഷിപ്പിനെയാണ്, നിങ്ങളിലേക്ക് വരുന്ന സക്സസിനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു ഇൻഫ്ലുവൻസറായ നിങ്ങൾക്ക് വിക്ടറി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇൻസ്പയറിങ് അതേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു സമയത്ത് നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഒന്നിനും കഴിവില്ല, ഒന്നിനും അർഹയല്ല അല്ലെങ്കിൽ അർഹനല്ല എന്നാണ്. എന്നാൽ പ്രപഞ്ചം നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുള്ളത് നിങ്ങളുടെ കഴിവുകൾ എന്തെന്ന് മനസ്സിലാക്കുവാനും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനുമാണ്. ഇവിടെ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് നിങ്ങളിലേക്ക് സക്സസ് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഒരു വ്യക്തിയിൽ നമ്മൾ അത്രയേറെ അടിമപ്പെട്ടു പോവും. നമ്മുടെ കഴിവുകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. എന്നാൽ 6 ഓഫ് വാൻഡ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുന്നു എന്നാണ്. ആ ഒരു പ്രോഗ്രസിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പ്രിൻസസ് ഓഫ് വാൻഡ്സിന്റെ എനർജി പറയുന്നത് നിങ്ങളെ എന്തൂസിയാസം എന്ന് പറയുന്നത്, നിങ്ങളെ ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളിലേക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് പോകുന്നു എന്നാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിരേഷൻ എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്കിൽ എന്തെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇവിടെ ക്യൂരിയോസിറ്റിയുടെ കൂടി നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തി, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രോഗ്രസ് കൊണ്ടുവരുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നു. നിങ്ങളുടെ ഫ്ലെയിം ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. നിങ്ങളെന്ന പ്രകാശത്തെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെന്റക്കിൾഡ് എനർജി റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ വെൽത്ത് ആണ് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുള്ളത്. വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരു പേഴ്സണൽ എനർജി കാണിക്കുന്നു. കൂടുതലും ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങളിലേക്ക് അവർ വളരെ താല്പര്യത്തോടു കൂടിയാണ് സംസാരിക്കാനൊക്കെ വരിക. എന്നാൽ ചില സമയങ്ങളിൽ കോൾഡായിട്ട് ഫീൽ ചെയ്യും, ഒരു താല്പര്യമില്ലായ്മ കാണിക്കും. അത് അവരുടെ ഒരു ആവശ്യം നേടിയെടുക്കാനായിട്ട്, അവരുടെ താല്പര്യങ്ങൾക്ക് അവർക്ക് സമയം കിട്ടുമ്പോൾ വരുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ആയിരുന്നു അവര്. റിവേഴ്സ് കാർഡ് പറയാണ്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണമെന്ന് പറയുന്നു. അവർ കൂടുതലും അവരുടെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത് എന്ന് പറയുകയാണ്. ശ്രദ്ധ നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ആദ്യം അങ്ങനെയല്ലായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സ് ആണ്. അവർക്ക് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാ പറയുന്നേ. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, റിഗ്രറ്റ് കാണിക്കുന്നു. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പോയിട്ടുള്ളത്, ആ ഒരു കാര്യത്തിൽ അവർക്ക് ചില രീതിയിലുള്ള തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡീപ്പായിട്ടൊരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നേ. ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളൊരു സാഹചര്യം ആയിരുന്നു അവരുണ്ടായിട്ടുള്ളത്. പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് മാറണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഓൾഡ് സ്റ്റോറി പറയുന്നത് അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. നെഗറ്റീവ് വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നിവിടെ ബാക്കിയുള്ള കട്ട്സിൽ പറയുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതും നിങ്ങളെ തമ്മിൽ വേർപിരിക്കാനായിട്ടുള്ളൊരു കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ഇന്ന് അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും എന്നെ മനസ്സിലാക്കിയിട്ട് അവർ വരണമെങ്കിൽ വരട്ടെ എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളിൽ നിന്നും അധികം അകലെയല്ല അവര്, നിങ്ങൾക്ക് കയ്യെത്തും ദൂരെ തന്നെയാണ്. എന്നാൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നില്ല, കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് ഒരു സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ നിങ്ങൾ അവരെ കാണുന്നുണ്ടാവാം, അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. പക്ഷെ പൂർണ്ണമായിട്ടും അവരിലേക്ക് തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ വരട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. കയ്യെത്തും ദൂരെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനും കാണുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ് എന്നാണ് ചുരുക്കം പറഞ്ഞത്. ഇവിടെ ഡിസപ്പോയിൻമെന്റ് ഉണ്ട്, നിങ്ങൾക്ക് വിഷമമുണ്ട്. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവരിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്ക് വിഷമമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ അവർ ചേസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് കാർഡ് മജീഷ്യന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ കഴിവിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നാച്ചുറൽ ടാലന്റ് ആയിട്ട് ഒരു പേഴ്സന്റെ എനർജി ഒരു ബോൺ ലീഡറെ കാണിച്ചു തരാണ്. ഇവിടെ നിങ്ങളുടെ കഴിവിലേക്ക് ശ്രദ്ധിക്കാൻ യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ അനന്ത സാധ്യതകൾ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളതെന്ന് യൂണിവേഴ്സ് പറയുന്നു.
ഇൻഫിനിറ്റി സൈൻ ആണ് കാണിക്കുന്നത്. ഇവിടെ അറിവുള്ളൊരു വ്യക്തിയാണ്, ഒരുപാട് അറിവുള്ളൊരു വ്യക്തിയായിട്ട് യൂണിവേഴ്സ് പറയാണ്. അവിടെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് പറയുന്നു. ഇവിടെ ആദ്യമൊക്കെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തന്നെ സ്വയം അടിച്ചമർത്തി വെച്ചിരിക്കുകയായിരുന്നു. കാരണം നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയവും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായി. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നു. ഒരു കാര്യമല്ല നിങ്ങൾക്കുള്ളത്. ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രോഗ്രസ് തന്നെയായിട്ടാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. യൂണിവേഴ്സിനോട് ചോദിക്കാനാ പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹത്തെ, ബ്ലെസ്സിങ്സിനെ, പോസിറ്റീവ് എനർജിയെ, ഗുഡ് ന്യൂസിനെ ഏസ് ഓഫ് പെന്റക്കിൾ പറയുന്നു. ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരു ടാസ്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു ടാസ്ക് തരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യകത നിങ്ങൾക്കാണ്. നമുക്ക് പ്രപഞ്ചം എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവും അല്ലേ? അതാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതാണ് ടാസ്ക് ആയിട്ട് കാണിക്കുന്നത്. ആ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ്. ആ ഒരു സമയമായി, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയുവാനുള്ള സമയമായി എന്ന് യൂണിവേഴ്സ് പറയാണ്. ഇവിടെ സക്സസ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ടാസ്ക് ഞാൻ നിനക്ക് തരുന്നുണ്ടെങ്കിലും സക്സസ് നിനക്ക് തന്നെയാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നീ തിരിച്ചറിയണം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് യൂണിവേഴ്സ് ഇവിടെ തരുന്നത്. മാനിഫെസ്റ്റിംഗ് പവറിനെയാണ്. നിനക്ക് സാധിക്കുമെന്ന് നിന്നെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. നിന്റെ അംബിഷനെ ഫോളോ ചെയ്യാൻ യൂണിവേഴ്സ് പറയാണ്. പ്രോസ്പെരിറ്റി ആണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് പറയാണ്. പ്രപഞ്ചത്തിന് നമ്മൾ മക്കളാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തരില്ലേ? റെസ്പോൺസിബിലിറ്റീസ് തരില്ലേ? അത് തന്നെയാണ് പ്രപഞ്ചം നമുക്ക് തരുന്നത്. ഇവിടെ നമ്മളെ ഉണർത്താനായിട്ട്, നമ്മുടെ കഴിവിനെ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കി തരാനായിട്ട് ഒരു സാഹചര്യം യൂണിവേഴ്സ് ഒരുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഗോൾ നേടുവാൻ യൂണിവേഴ്സ് പറയാണ്. പെട്ടെന്ന് നമ്മൾ എഫേർട്ട് എടുക്കാതെ നമ്മളിലേക്ക് ഒരു ഗോളും വരില്ല. നമ്മൾ എഫേർട്ട് എടുക്കണം. അതിന് ടാസ്ക് തന്നെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലേ? അത് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഡയറക്റ്റ് ഫോക്കസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്നാണ്. യൂണിവേഴ്സ് മുൻകൂട്ടി നമുക്ക് വിധി തരുന്നുണ്ട്. നീ നേടും, എനിക്കത് വിശ്വാസമുണ്ട്. നിന്റെ കൂടെ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിന്നിലേക്ക് വരണം. ആ ഒരു തിരിച്ചറിവിലേക്കുള്ള ടാസ്കാണ്. പൂർണ്ണമായിട്ടും യൂണിവേഴ്സ് വിശ്വസിക്കുക. വീണ്ടും ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ന്യൂ ഐഡിയ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന തീരുമാനത്തെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. നമ്മുടെ ജീവിതം സക്സസിലേക്ക് എത്തണമെങ്കിൽ മറ്റുള്ളവരല്ല ചിന്തിക്കേണ്ടത്, നമ്മളാണ് ചിന്തിക്കേണ്ടത്. നിന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തികൾ ഉണ്ടാവാം, നമ്മളെ അടിച്ചമർത്തിയ വ്യക്തികൾ ഉണ്ടാവാം. അവരുടെ മുന്നിലാണ് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങളുടെ തീരുമാനത്തിനാണ് വാല്യൂ ഉള്ളത്. ഇന്ന് നമ്മൾ നോക്കി കാണേണ്ടത് നമ്മുടെ പ്രോഗ്രസ് ആണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ മറന്നുപോയി. മെയ് 31 നമുക്ക് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യാനുള്ള സമയമാണ്. 30th മിഡ്നൈറ്റ് മുതൽ നമുക്ക് അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെപ്പോൾ മൂണിനെ കാണുന്നു അപ്പം മുതൽ ചെയ്യാം. 31 to 15 PM ആ ഒരു സമയത്താണ് ഇത് പീക്കിലെത്തുന്നത്. നമുക്ക് ആ സമയത്ത് വിസിബിൾ ആവില്ല. നമുക്ക് സണ്ണിൻ്റെ ആ ഒരു എനർജി ഉള്ളത് കൊണ്ട് വിസിബിൾ ആവില്ല. അപ്പം നമുക്ക് മിഡ്നൈറ്റ് അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം, ശ്രമിക്കാം. അഫർമേഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് പേർക്ക് അത് ചെയ്തതിലൂടെ ഓരോ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇനി മറന്നു പോരുത് വെച്ചിട്ടാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് ചെയ്യാൻ ശ്രമിക്കൂ. ഫുൾ മൂൺ അഫർമേഷൻ എല്ലാവരും ചെയ്യുക. എന്താണ് നമ്മുടെ ആഗ്രഹം? ആ ആഗ്രഹങ്ങൾ നമുക്ക് മൂണിനോട് ചോദിച്ച് സാധിപ്പിച്ചെടുക്കാൻ പറ്റും. 3 ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാം. അടുത്ത ഫുൾ മൂണിനുള്ളിൽ നിങ്ങൾ ചോദിച്ച ആഗ്രഹങ്ങളിൽ ഒരെണ്ണം സാധിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. നിംസ പറയുന്നേ. ഇവിടെ ഏസ് ഓഫ് വാൺസിന്റെ എനർജി പറഞ്ഞല്ലോ. അവിടെ നിങ്ങളുടെ ബ്രില്യൻറ്റ് ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഇൻസ്പിറേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാകുന്നു. ഇവിടെ നിങ്ങളുടെ എബിലിറ്റിയാണ് കാണിച്ചു തരുന്നത്. മാനിഫെസ്റ്റിംഗ് എനിത്തിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മാനിഫെസ്റ്റ് ചെയ്യൂ, സാധിക്കും, ഉറപ്പാണ്. നെക്സ്റ്റ് കാർഡ് ഡെവിളിന്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തടസ്സം എന്ന് പറയുന്നത് ഡെവിൾ എനർജിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ഒത്തിരി പേർക്ക് തേർഡ് പാർട്ടി സ്ട്രോങ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫൂൾ കാർഡ് പറയുന്നത് അവരുടെ തിരിച്ചുവരവ് തന്നെയാണ്. ഒരു തുടക്കമായിട്ട് അവർ വരുന്നു എന്നാണ്. റിസ്ക് എടുത്തുകൊണ്ടാണ് വരുന്നത്. ഒരു ഫ്രീഡമാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്ന പോസിറ്റീവിലേക്ക് അവർ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് അവർക്ക് അത്രമേൽ ഒരു പോസിറ്റീവ് വൈബാണ് തരുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിൽ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ച് സ്ട്രോങ് ആണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങൾക്കായിട്ടുള്ള വെയിറ്റിംഗ് എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ്. ക്ലാസിക് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് അവരിൽ സംഭവിക്കുന്നുണ്ട്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ അവർ തിരിച്ചറിയപ്പെടുന്ന സാഹചര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. നിങ്ങളാണ് അവരുടെ പാഷനേറ്റ് സോൾ എന്നവർ തിരിച്ചറിയുന്നു. സീക്കിംഗ് കണക്ഷൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ലവ് എന്നുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. അവർക്കറിയാം നിങ്ങൾ എത്ര കണ്ട് അവരെ സ്നേഹിക്കുന്നു എന്ന്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണെങ്കിൽ കൂടിയും അവരുടെ മനസ്സിൽ നിങ്ങളുള്ള സ്നേഹം യൂണിവേഴ്സ് കാണിച്ചു തരാണ്. അവരുടെ ഇമോഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്, നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. മാസ്റ്ററിംഗ് സ്കില്ലിന്റെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറയുകയാണ്. ഇവിടെ മെത്തോളജിക്കൽ പ്രോഗ്രസ് നിങ്ങളിലേക്ക് സംഭവിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം നിങ്ങളിലേക്ക് പ്രോഗ്രസ് കൊണ്ടുവരുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങളിലേക്ക് ഹാർവസ്റ്റ് തരുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ സോൾ പർപ്പസ് ആണെന്ന് പറയുന്നു. അത് തന്നെയാണ് ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ പ്രയർ മനസ്സിലാക്കുമ്പോൾ അവരിലേക്ക് തിരിച്ചറിവ് വരികയാണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. റിസ്ക് എടുത്തുകൊണ്ട് വരികയാണ്. അഫർമേഷൻ ചെയ്തുകൊണ്ട്, ഫുൾ മൂൺ അഫർമേഷൻ ചെയ്തുകൊണ്ട് ഒത്തിരി പേർക്ക് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. പേഴ്സണൽ റീഡിംഗ് വന്ന് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. ഇത് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത് കേട്ടോ. റീഡിംഗ് നിർത്തട്ടെ. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.